പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം നമ്മൾ ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നു. ആ ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, ദൈവകരുണ അതിൽ നാം മുങ്ങി കുളിക്കുന്ന സമയമാണ്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ പക്കലേക്ക് എഴുന്നള്ളി വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്ന ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരുണയാൽ നിറയ്ക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കരുണയുടെ മണിക്കൂറാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. നാം എത്ര വലിയ പാപികളാണെങ്കിലും ദൈവം തൻ്റെ കരുണ നമ്മുടെ മേൽ അയക്കുന്ന സമയമാണ്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം വചന വെളിച്ചത്തിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രം അറിവിൽ നമ്മൾ വളരുന്നോ അത്രമാത്രം ദൈവകരുണയുടെ നിറവ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഈ അറിവ് സഹായിക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്: സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കരുണ കാണിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തിൽ നിന്നും അവരേറ്റെടുത്ത കരുണയെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട്, അവബോധമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരോട് നമ്മൾ വേണ്ടതുപോലെ കരുണ കാണിക്കാതിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുക. അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ആരായിരിക്കണം എന്നറിയുക. ദൈവത്തെ അറിഞ്ഞാലാണ് ദൈവമക്കളായി നമുക്ക് ആരായിരിക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പം വരുന്നത്. നമുക്കതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് 2 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ ബൈബിളിൽ നിന്നെടുക്കാം. ദൈവം ആരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന 2 വചനഭാഗങ്ങൾ. അതിലൂടെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ആരായിരിക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സങ്കീർത്തനം 103 8-ാമത്തെ വചനം നമുക്ക് ആദ്യം എടുക്കാം. സങ്കീർത്തനം 103 8-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. 4 കാര്യങ്ങൾ അടിവരയിട്ട് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആരാണ് നമ്മുടെ ദൈവം. അതിൽ വളരെ ശക്തമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് കാരുണ്യവാനായ ദൈവം. 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ആർദ്രഹൃദയനായ ദൈവം, കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലനായ ദൈവം,
സ്നേഹസമ്പന്നനായ ദൈവം. ഇക്കാര്യങ്ങൾ വെച്ചുകൊണ്ട് എത്രയോ ഗാനങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. എത്രയോ വ്യക്തികളെ ലോകമാസകലം ഈ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ദൈവം എന്നുള്ളത് വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാം. രണ്ടാമതൊരു വചനം കൂടി എടുക്കാം. സങ്കീർത്തനം 145 8 വചനം. സങ്കീർത്തനം 145 8 ഇതുപോലെ തന്നെ നമ്മുടെ ദൈവത്തെ വർണ്ണിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് കൃപാലുവായ ദൈവം. ആർദ്ര ഹൃദയൻ എന്ന വാക്ക് മാറി കൃപാലുവായ ദൈവം, കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം. ഇവിടെയും ഈ 4 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബൈബിളിൽ ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്ന, ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അതെല്ലാം ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അപ്രകാരം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വചനം പറയുകയാണ്, നമ്മുടെ ദൈവം കൃപാലുവായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ്, ക്ഷമാശീലനായ ദൈവമാണ്, സ്നേഹസമ്പന്നനായ ദൈവമാണ്. ഈ 2 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന 4 കാര്യങ്ങൾ വെച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ആരായിരിക്കണം? കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കള്, മനുഷ്യർക്ക് മക്കളുണ്ടാകുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങളാണ്. മൃഗങ്ങൾക്കാണ് മക്കളുണ്ടാകുമ്പോൾ മൃഗത്തിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കള് ദൈവത്തെ പോലെ ആയിരിക്കണം. ദൈവം ആരാണ് എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഇക്കാര്യം വിട്ടിട്ട് മൃഗതുല്യം ജീവിക്കേണ്ടവരല്ല ദൈവമക്കൾ. മൃഗങ്ങളെക്കാൾ കെട്ടവരായി മാറേണ്ടവരല്ല ദൈവമക്കൾ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ കാര്യം നമുക്കെടുക്കാം. കർത്താവ് ആർദ്ര ഹൃദയൻ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില വചനഭാഗങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വ്യക്തതയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ജെറമിയായുടെ പുസ്തകം 31 3-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ്. ജെറമിയ 31:3. കർത്താവിൻ്റെ സ്നേഹം അനന്തമാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലവുമാണ്. ആർദ്ര ഹൃദയമില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ സ്നേഹം അനന്തമാണ്, അനന്തമായ സ്നേഹം. നമ്മളൊക്കെ കുറച്ച് സ്നേഹം മറ്റുള്ളവരോട് കാണിച്ചിട്ട് മടുത്തെന്നാണ് പറയണേ. ഞാനിതെല്ലാം കൊടുത്തിട്ട്, ഞാനിതെല്ലാം കാണിച്ചിട്ട് എനിക്ക് വേണ്ടതുപോലെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനും മടുത്തു, എനിക്കിനി സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യും. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ആർദ്ര ഹൃദയനായതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്, ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. അതൊക്കെ മാറ്റമില്ല, അത് തീർന്നു പോകുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. യെശയ്യാ 55 3-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സവിശേഷത സ്ഥിരമായ സ്നേഹം. ഈ ദൈവം ഇസ്രായേലിൻ്റെ സ്നേഹം കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ സ്നേഹം മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയാണ്. വെയിൽ തെളിഞ്ഞാൽ മഞ്ഞൊന്നും പിന്നെ കാണില്ല, അതെല്ലാം പോയി, മാഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ വര വരച്ചതുപോലെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെയൊക്കെ സ്നേഹം. എന്തെങ്കിലും നമുക്കൊരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യം നടക്കാതെ വന്നാൽ അതെല്ലാം മറന്നിട്ട്, ഈ സ്നേഹിക്കുന്ന കാര്യമൊക്കെ മറന്നിട്ട് നമ്മൾ പ്രതികരിക്കുന്ന അവസ്ഥകൾ ഒരുപക്ഷെ കണ്ടെന്നു വരും. അതല്ല നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. അവിടുത്തെ സ്നേഹം സ്ഥിരമായ സ്നേഹം. നമ്മൾ തിരിച്ച് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹിക്കുക എന്നതാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനും മാറ്റമില്ല. നമ്മളാരും മാറ്റമില്ലാത്ത ദൈവത്തെ മാറ്റാൻ നോക്കേണ്ട കാര്യമില്ല. ശരിക്കും നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ സ്നേഹം എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റം വരണം. നമ്മുടെ സ്വഭാവം ദൈവമക്കൾക്ക് യോജിച്ചതല്ലെങ്കിൽ നമുക്ക് മാറ്റം വരണം. ചിലരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മസിൽ പിടിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുക,
എൻ്റെ കാര്യം നടത്തിയെടുക്കുക. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നല്ല പ്രാർത്ഥനക്കാർ അവരുടെ മനസ്സ് ദൈവഹിതം നിറവേറ്റാൻ തക്കവിധം അതിനെ വളച്ചൊടിച്ച് ശരിയാക്കാനായിട്ട് അവർ നോക്കും. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ജെറമ്യായുടെ പുസ്തകം 31 20-ാമത്തെ വചനം. അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹൃദയം. യാക്കോബേ, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു. ആർദ്ര ഹൃദയം അല്ലെങ്കിൽ ഇതെങ്ങനെ സാധ്യമാവും? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർദ്ര ഹൃദയൻ, കാരുണ്യവാനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം. ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ച് പറയാവുന്ന കാര്യങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ആരായിരിക്കണം? നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഇത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമാണ്, നമുക്കും നമ്മുടെ സ്നേഹം സ്ഥിരമായ സ്നേഹമാക്കി മാറ്റാൻ സാധിക്കണം. ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്നേഹം മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയാണ്. അതല്ല ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായ സ്നേഹമാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 2-ാം അധ്യായം 2-ാമത്തെ വചനം എടുത്താൽ, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. അതിന് യോജിച്ച ഒരു ഹൃദയമാണ് ദൈവമക്കളായി നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അവക്രമായിരിക്കണം, വക്രതയില്ലാത്തതായിരിക്കണം, അചഞ്ചലമായിരിക്കണം. എന്ത് കേട്ടാലും ചഞ്ചലിക്കാത്ത ഒരു ഹൃദയം നമുക്കുണ്ടാകണം. നമ്മുടെ സ്നേഹം എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടപ്പുറപ്പായിട്ട് ഉണ്ടാകണമെന്ന്. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, സുഭാഷിതങ്ങൾ 23:15 വായിച്ചാൽ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഹൃദയമാണ് പഠിപ്പുള്ള ഹൃദയം. എന്ന് പറഞ്ഞാൽ പഠിച്ച, ജ്ഞാനമുള്ള, അറിവുള്ള ഒരു ഹൃദയം. ഈ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തെ അംഗീകരിക്കും, ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തെ മാനിക്കും. പഠിപ്പില്ലാത്ത ഹൃദയത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് ദൈവനിഷേധികളായിട്ടൊക്കെ മാറുക. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമായിരിക്കണം. ആ ഹൃദയം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കും. ദൈവത്തെ കാണുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ ആ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെയാണോ അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ദൈവമക്കളായി നമുക്കുണ്ടാകേണ്ടത്. തിരുത്തേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവ തിരുത്തണം. നമുക്കറിയാമല്ലോ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അതാണ് ശരിക്കുള്ള മാനസാന്തരം. ആഗമനകാലത്താണേലും മറ്റേത് സീസണിലാണേലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുത്തേണ്ടത് തിരുത്തി, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് ശരിയായ ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് ഈ കാലയളവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും തിരുത്തേണ്ടത് തിരുത്തി ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ, കർത്താവിൻ്റെ ഹൃദയത്തിന് യോജിച്ച ഒരു ഹൃദയം നമുക്കുണ്ടാകുവാൻ, ദൈവകരുണ സ്വീകരിക്കുകയും ആ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന.